മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാൻ അർഹതയില്ല, അതുകൊണ്ട് കിട്ടിയില്ല. ഇത് കേട്ടാലുടനെ എന്നെ ചീത്ത വിളിക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കുക, എന്നാലേ അതിന്റെ കാരണം മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചു. ഋഷഭ് ഷെട്ടി മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തു. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുട്ടൻ ചീത്തവിളിയും അടിയുമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല, മമ്മൂട്ടിക്കായിരുന്നു കിട്ടേണ്ടത്, ഋഷഭ് ഷെട്ടിക്ക് കൊടുത്തത് BJP സർക്കാരിന്റെ കളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സത്യത്തിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാൻ അർഹതയില്ല. അതിന്റെ കാരണം ഇപ്പോൾ സൗത്ത് ജൂറി അംഗം കൂടിയായ സംവിധായകൻ MP പത്മകുമാർ പറയുകയാണ്. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം മാത്രമല്ല, മമ്മൂട്ടിയുടേതായിട്ട് ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല. മമ്മൂട്ടിക്ക് കിട്ടിയില്ല, BJP സർക്കാർ കൊടുത്തില്ല എന്നൊക്കെ ചർച്ച നടക്കുന്നത് മോശമാണെന്നും പത്മകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂട്ടി സാറിന് അവാർഡ് കൊടുക്കാത്തതിന്റെ പേരിൽ മോശം കമന്റുകളാണ് വരുന്നത്. മതത്തിന്റെ പേരിലും BJP സർക്കാർ ആയതിനാലുമാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തത് എന്നിങ്ങനെയാണ് കമന്റുകൾ. എനിക്ക് ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. സൗത്ത് ജൂറിയിൽ ഞാനും അംഗമാണ്. എന്റെ മുന്നിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ വന്നതാണ്. ഞാൻ ആദ്യമായാണ് ഒരു നാഷണൽ ജൂറിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായാണ് അതിനെ സമീപിച്ചതും. നഷ്ടപ്പെട്ടു പോയ സിനിമ തിരിച്ചു വിളിച്ച സംഭവം വരെ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം. അതിന് ഉത്തരമുണ്ട്. 2022 കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ ലിസ്റ്റിൽ മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമയും ഇല്ല. നൻപകൽ നേരത്ത് മയക്കം മാത്രമല്ല, മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടുകൂടി ആരൊക്കെ ഇരുന്ന് പടച്ചു വിടുകയാണ്. മമ്മൂട്ടിക്ക് കിട്ടില്ല, BJP സർക്കാർ കൊടുക്കില്ല എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ്. ആരാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അയക്കാതിരുന്നത്? അതിന്റെ പഴി മുഴുവൻ BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കള്ളത്തരം പറഞ്ഞ് സർക്കാരിനെ ചിലർ അധിക്ഷേപിക്കുകയാണ്. ഞാനവിടെ ജൂറി ആയിരുന്നതുകൊണ്ട് പറയുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ സർക്കാരിന്റെ യാതൊരുവിധ ഇടപെടലും ഇതിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അനുരാഗ് താക്കൂർ ജൂറി അംഗങ്ങളെ വിളിച്ച് നടത്തിയ ചർച്ചയിലൊന്നും ഏതെങ്കിലും സിനിമയ്ക്ക് പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ സംസ്ഥാനത്തും സിനിമകൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിൽ ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആയിരിക്കില്ല, സർക്കാരിന്റെ പുറത്തു നിന്നും ആയിരിക്കും. നൻപകൽ നേരത്ത് മയക്കമെന്ന സിനിമ ദേശീയ അവാർഡിന് അയക്കാതിരുന്നത് ആരാണെന്ന് കണ്ടെത്തണം. എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിഞ്ഞിട്ട് വേണം ഒരു സർക്കാരിനെ കുറ്റം പറയാനെന്നും പത്മകുമാർ പ്രതികരിച്ചു. ഇതാണ് കാരണം. അയച്ചു കൊടുക്കാതെ എങ്ങനെയാണ് അവാർഡ് കിട്ടുന്നത്? അവാർഡിന് വേണ്ടി അയച്ചു കൊടുത്താലല്ലേ അവാർഡിന് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയേനെ. മികച്ച അഭിനയം തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളിലും മമ്മൂട്ടി കാഴ്ചവെച്ചത്.